റാന്നിയിൽ വെള്ളമിറങ്ങിയെങ്കിലും ആറന്മുളയിൽ അതേ വെള്ളം തുടരുകയാണ്. മഴ മാറി നിന്നിട്ടും ആറന്മുളയിൽ വെള്ളക്കെട്ട് തുടരുന്നു. അതേസമയം വെള്ളമിറങ്ങിയ റാന്നി നഗരം മാലിന്യ കൂമ്പാരമായി മാറി. ശുചീകരണത്തിന്റെ അപര്യാപ്തകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാരും വ്യാപാരികളും റാന്നിയിൽ പ്രതിഷേധിച്ചു. അതേസമയം മൂഴിയാർ ഡാം തുറന്നുവിട്ടത് മുന്നറിയിപ്പ് നൽകാതെ എന്നുള്ള ആരോപണവും ഉയരുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, നോക്കൂ, 2018 നമ്മൾ മറന്നിട്ടില്ല. അന്നും ഇതുപോലെ ഒരു കാര്യവും വ്യക്തമാക്കാതെയാണ് ഇത്തരത്തിൽ ഡാം തുറന്നുവിട്ടത്. എപ്പോഴും സമാനമായ ഒരു സാഹചര്യം 2026 മൂഴിയാർ ഡാം ഒരറിയിപ്പും കൂടാതെ പുറത്ത് തുറന്നുവിട്ടു എന്നുള്ള ആരോപണം ഉയരുമ്പോൾ ഈ ശുചീകരണത്തിലടക്കം മന്ദഗതിയിലാണ് നടക്കുന്നത് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. എന്താണ് ആറന്മുളയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്താണ് നിലവിലെ മഴ സാഹചര്യം? ഗോകുൽ രമേശ്. അശ്വതി, പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെയും മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. മഴ മാറി നിന്നതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്നലെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് അപ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റാന്നിയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ദുരിതങ്ങൾ ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തത്. റാന്നിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വെള്ളം പിൻവാങ്ങുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാതകളൊക്കെ ഗതാഗതയോഗ്യമായി. പ്രധാനമായിട്ടും വീടുകളിൽ നിന്നടക്കം റാന്നിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നൊക്കെ കൂടുതൽ ആളുകൾ റാന്നിയിൽ തിരിച്ച് വീടുകളിലേക്കൊക്കെ പോകുന്നു. പക്ഷേ റാന്നിയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വെള്ളം ഇറങ്ങിയതോടുകൂടി റാന്നി നഗരം ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറിക്കഴിഞ്ഞു. പ്രധാനമായിട്ടും നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശുചീകരണ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും അപര്യാപ്തമാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. പരാതിയായിട്ട് ഉയർന്നിരിക്കുന്നത് നാട്ടുകാരുടെയും അവിടെയുള്ള വ്യാപാരികളുമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അവരുടെ പ്രതിഷേധം ഈ വിഷയത്തിൽ MLA അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സ്വത്തുവകകൾ അതിൻ്റെ നഷ്ടപരിഹാരം കൃത്യമായിട്ട് നൽകണമെന്നുള്ളൊരു ആവശ്യവും ഈ ജനങ്ങളും വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ റാന്നി MLA പഴകുളം മധുവിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും ഈ ഘട്ടത്തിൽ പ്രാധാന്യം നൽകുന്നതെന്നും അതിന് കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് സന്നദ്ധ സംഘടനകളുടെ അടക്കം സഹായം റാന്നി MLA തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റാന്നിയിൽ വെള്ളം ഒഴിഞ്ഞു എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. അതേസമയം ആറന്മുളയിലേക്ക് വരുമ്പോൾ ഈ റാന്നിയിൽ നിന്ന് പിൻവാങ്ങിയ വെള്ളമൊക്കെ ഒലിച്ചെത്തുന്നത് ആറന്മുളയിലേക്കാണ്. ആറന്മുളയിൽ പല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ പ്രദേശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തെക്കേമലയ്ക്ക് സമീപത്തുള്ള മഹാദേവ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും വലിയ വെള്ളക്കെട്ട് കാണുന്നുണ്ട്. പക്ഷേ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ നിന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ ആ വാട്ടർ ലെവൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ വെള്ളത്തിൻ്റെ പാട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഏകദേശം ഒരു അരയടിയോളം വെള്ളം ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് ഈ ഒരു ഉച്ചയോടുകൂടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടും വെള്ളം ഇറങ്ങി പോകുവാൻ വേണ്ടിയിട്ട് ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നുള്ളത് ആണ് ഇവിടെ ഉള്ള ഒരു പ്രയാസമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആറന്മുളയുടെ മറ്റു പല ഭാഗങ്ങളിലും ഈ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് തുടരുകയാണ്. പ്രത്യേകിച്ച് പാടങ്ങളുണ്ട്. ആ പാടങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. അതിനോട് സമീപത്തുള്ള വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ വെള്ളം കയറിയിട്ടുള്ള ഒരവസ്ഥയാണ് ആറന്മുളയിൽ നിലവിലുള്ളത്. എന്തായാലും ഇന്ന് പകൽ കൂടി മഴ മാറി നിൽക്കുകയാണെങ്കിൽ ആറന്മുളയിൽ നിന്നും കൂടുതൽ വെള്ളം ഇറങ്ങിപ്പോകുന്നതിലേക്ക് സഹായിക്കും. പക്ഷേ ആറന്മുളയിൽ നിന്നും വീണ്ടും ഇറങ്ങിപ്പോകുന്ന വെള്ളം അടുത്ത ദിവസങ്ങളിലായിട്ട് ചെങ്ങന്നൂര് പിന്നീട് തിരുവല്ല ഭാഗങ്ങളിലേക്കൊക്കെയാണ് സഞ്ചരിക്കാറുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പതിവ് ഉള്ളത്. എന്തായാലും ആ മേഖലകളിൽ ഇപ്പോൾ കൂടുതൽ നടപടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടുതൽ മുൻകരുതൽ നടപടികൾ നാളെ ചെങ്ങന്നൂരോ അല്ലെങ്കിൽ തിരുവല്ലയിലോ ഒക്കെ വെള്ളം പൊങ്ങുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ ഇപ്പോൾ 1669 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. തിരുവല്ല, മല്ലപ്പള്ളി താലൂക്കുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പുകളിൽ വസിക്കുന്നത്. 400-ലധികം ആളുകൾ ഈ രണ്ട് താലൂക്കുകളിൽ മാത്രമായിട്ട് ക്യാമ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ക്യാമ്പുകളിൽ നിന്നും തിരിച്ചവർക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും ഉടനെ തന്നെ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇങ്ങനെ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ മൂഴിയാർ ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ അശ്വതി ഉയർന്നു വരുന്നത്. അതായത് പത്തനംതിട്ട ജില്ലയിൽ 2 ഡാമുകളാണ് ഇന്നലെ അതിതീവ്ര മഴയെ തുടർന്ന് തുറക്കുകയുണ്ടായത്. മൂഴിയാർ ഡാമും മണിയാർ ഡാമും. ഈ ഡാമുകൾ ഇതിൽ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടർ തുറന്നത് വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകാതെയാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെയും ചില തദ്ദേശ സ്ഥാപനങ്ങൾ അധികൃതരുടെയും ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. അതായത് ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്നൊരു നടപടിക്രമമുണ്ട്. അതിന് പ്രകാരം ചിട്ടകളും വ്യവസ്ഥകളുമുണ്ട്. ഡാം തുറക്കുന്നതിന് മുൻപ് പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. അതിൽ പലവയും പാലിക്കപ്പെട്ടിട്ടില്ല മൂഴിയാർ ഡാം തുറന്നപ്പോൾ എന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് മുന്നറിയിപ്പുകൾ നൽകിയില്ല, അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകിയപ്പോൾ വൈകിപ്പോയി. ഈ ഡാമിലെ വെള്ളം ഒഴുകിയെത്തുന്ന പ്രദേശങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകേണ്ടതായിരുന്നു. ആ മുന്നറിയിപ്പുകൾ അടക്കം നൽകുന്നതിന് വൈകി. അനൗൺസ്മെൻറ്റ് സംവിധാനങ്ങൾ കൃത്യമായിട്ടുണ്ടായില്ല. സൈറൻ സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് എന്തായാലും ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വളരെ ഗൗരവമുള്ളൊരു ആരോപണം തന്നെയാണ്
ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 2018 പ്രളയമുണ്ടായ സാഹചര്യത്തിൽ ഡാമുകളെല്ലാം തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടതുകൊണ്ടാണ് ഒരു മഹാപ്രളയത്തിലേക്ക് കേരളം എത്തിപ്പെട്ടത്. എന്തായാലും ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. വിശദമായിട്ടുള്ള അതിൽ അന്വേഷണം അടക്കം നടക്കേണ്ടതാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ ഒരു ആരോപണമാണ് ഈ രീതിയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിലെ ജില്ലയിലെ സാഹചര്യം ഇങ്ങനെയാണ്. മഴ മാറി നിൽക്കുകയാണ് എങ്കിൽ പോലും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട്, ആറന്മുള ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് നിൽക്കുന്നു. റാന്നിയിൽ വെള്ളമിറങ്ങിയ ഭാഗങ്ങളിൽ മാലിന്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് പ്രശ്നം നിൽക്കുന്നത്. മാലിന്യ സംസ്കരണം, അതോടൊപ്പം തന്നെ ഈ നഷ്ടപരിഹാരങ്ങൾ നൽകി തുടങ്ങൽ, അതോടൊപ്പം തന്നെ ഇവരുടെ പുനരധിവാസം അടക്കമുള്ള ഈ 3 കാര്യങ്ങളാണ് ഇനി ആവശ്യം, പത്തനംതിട്ടയ്ക്ക് ആവശ്യം, പ്രത്യേകിച്ച് റാന്നിക്കൊക്കെ ഉൾപ്പെടെ ആവശ്യം. എന്തായാലും ആറന്മുളയിൽ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും മഴ മാറി വെയിലൊന്നും തെളിഞ്ഞു വരുന്നുണ്ട്. അത് ഏറെ ആകുന്ന ഒരു ഘടകമാണ് പത്തനംതിട്ട ജില്ലയിൽ. അശ്വതി. ശരി ഗോകുൽ, വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്.